ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം 5-ാം അധ്യായം 16, 17, 18 തിരുവചനങ്ങൾ നാം വായിക്കുമ്പോൾ ദൈവപിതാവിന് നമ്മളെക്കുറിച്ചുള്ള ആഗ്രഹം എന്താണെന്ന് അവിടെ വളരെ വ്യക്തമായിട്ട് പൗലോസിനെ നമ്മെ പറയുകയാണ്. നിങ്ങളെപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യത്തിലും ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം, പിതാവായ ദൈവത്തിൻ്റെ ആഗ്രഹം ജീവിതത്തിൽ മനുഷ്യൻ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം എന്നുള്ളതാണ്. മനുഷ്യൻ ഒരിക്കലും ജീവിതത്തിൽ വേദനിക്കുവാൻ, ദുഃഖിക്കുവാൻ, തകർന്നു പോകാൻ, നിരാശയിൽ കഴിയാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം ഇതാണ് എന്ന് പൗലോസ് ശ്ലീഹ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം പിതാവായ ദൈവം ഈശോയെ ഈ ഭൂമിയിലേക്ക് അയച്ചത്, ഈശോ ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് പാടുപീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ചത് എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ സന്തോഷത്തോടെ ഇരിക്കുവാൻ വേണ്ടിയാണ്. നമ്മൾ ജീവിതത്തിൽ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടിയാണ് ഈശോ കുരിശിൽ മരിച്ചത്. ഇതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ഈശോ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നതും നമ്മുടെ വേദനകളും ദുഃഖങ്ങളും എല്ലാം ഏറ്റെടുത്തതും നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുവാനാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൽ സന്തോഷം നഷ്ടപ്പെടുത്തി കളയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53-ാം അധ്യായത്തിൻ്റെ 4-ാം തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, അവൻ ഏറ്റെടുത്തത് നമ്മുടെ വേദനകളാണ്, നമ്മുടെ ദുഃഖങ്ങളാണ്, രോഗങ്ങളാണ്, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ സന്തോഷം നഷ്ടപ്പെടുത്തി കളയുന്ന കാര്യം മനുഷ്യൻ്റെ ജീവിതത്തിലെ വേദനകളാണ്, ദുഃഖങ്ങളാണ്, രോഗങ്ങളാണ്, തകർച്ചകളാണ്, പാപങ്ങളാണ്. ഈശോ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നതും ഈശോ ഏറ്റെടുത്തതും മനുഷ്യൻ്റെ ജീവിതത്തിൽ സന്തോഷം നഷ്ടപ്പെടുത്തി കളയുന്ന ഈ വേദനയും ദുഃഖവും രോഗവും പാപവും എല്ലാമാണ്. ഇതെല്ലാം ഈശോ ഏറ്റെടുത്ത് കാൽവരി കുരിശിൽ മരിച്ച് ഈശോ വിജയം വരിച്ച് ഉയർത്തെഴുന്നേറ്റു. ഈശോ ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈശോ കാൽവരി കുരിശിൽ എന്തെല്ലാം ഏറ്റെടുത്തോ അതിനെല്ലാം പരാജയപ്പെടുത്തി ഈശോ ഉയർത്തെഴുന്നേറ്റു എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ നമ്മുടെ വേദനകൾ, ദുഃഖങ്ങൾ, രോഗങ്ങൾ, പാപങ്ങൾ, ശാപങ്ങൾ എല്ലാം ഈശോ ഏറ്റെടുത്തു. ആ വേദനയെ, ദുഃഖത്തെ, രോഗത്തെ, പാപത്തെ പരാജയപ്പെടുത്തി അതിൻ്റെ മുകളിൽ വിജയം വരിച്ച് ഉയർത്തെഴുന്നേറ്റവനാണ് ഈശോ. അപ്പോൾ ഈശോയിൽ വിശ്വസിക്കുന്ന ഒരാൾക്കും ജീവിതത്തിലെ വേദനകളിലേക്ക് നോക്കി, ദുഃഖങ്ങളിലേക്ക് നോക്കി, തകർച്ചകളിലേക്ക് നോക്കി, പ്രശ്നങ്ങളിലേക്ക് നോക്കി, പ്രതിസന്ധികളിലേക്ക് നോക്കി കരഞ്ഞിരിക്കാനോ പരാതി പറയാനോ പരിഭവം പറയാനോ അവകാശമില്ല. അങ്ങനെ ആരെങ്കിലും ജീവിതത്തിലെ വേദനകളിലേക്കും ദുഃഖങ്ങളിലേക്കും രോഗങ്ങളിലേക്കൊക്കെ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ നമുക്ക് ഈശോയിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മരിച്ചുയർത്തെഴുന്നേറ്റ ഈശോ ഏറ്റവും ആദ്യം പ്രത്യക്ഷപ്പെട്ടത് മഗ്ദലന മറിയത്തിനാണ്. മഗ്ദലന മറിയത്തോട് ഈശോ ഏറ്റവും ആദ്യം പറഞ്ഞ വാക്ക് എന്താണെന്ന് യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 15-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഈശോ മഗ്ദലന മറിയത്തോട് ചോദിക്കുന്ന കാര്യം ഇതാണ്: സ്ത്രീയെ, നീ എന്തിനാണ് കരയുന്നത്? സ്ത്രീയെ, നീ എന്തിനാണ് കരയുന്നത്? പ്രിയപ്പെട്ടവരെ, ഉയർത്തെഴുന്നേറ്റ ഈശോയിൽ വിശ്വസിക്കുന്ന നമ്മോട് ഓരോരുത്തരോടും ഈശോ ചോദിക്കുന്ന ചോദ്യവും ഇതുതന്നെയാണ്. നീ എന്തിനാണ് കരയുന്നത്? നിൻ്റെ ജീവിതത്തിൽ നിന്നെ കരയിപ്പിക്കുന്ന കാര്യങ്ങൾ അത് മുഴുവൻ ഞാൻ ഏറ്റെടുത്തതല്ലേ? അത് മുഴുവൻ ഞാൻ അതിൻ്റെ മുകളിൽ വിജയം വരിച്ചതല്ലേ? ഞാൻ പരാജയപ്പെടുത്തിയ വേദനകളിലേക്ക് നോക്കി, ദുഃഖങ്ങളിലേക്ക് നോക്കി, തകർച്ചകളിലേക്ക് നോക്കി, പ്രശ്നങ്ങളിലേക്ക് നോക്കി, പ്രതിസന്ധികളിലേക്ക് നോക്കി നീ എന്തിനാണ് കരഞ്ഞ് നിൻ്റെ ആയുസ് പാഴാക്കുന്നത്? അതുകൊണ്ട് നീ കരയാൻ പാടില്ല. നീ യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ ജീവിതത്തിലെ തകർച്ചകളിലേക്ക് നോക്കി ഒരിക്കലും കരയുവാനായിട്ട് പാടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വേദനകളും ദുഃഖങ്ങളും തകർച്ചകളും നൊമ്പരങ്ങളും ഒക്കെ കടന്നു വരികയില്ലേ? കടന്നു വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കടന്നു വരുമ്പോൾ നമ്മൾ ആ വേദനകളിലേക്ക് നോക്കി പരാതി പറയുകയല്ല ചെയ്യേണ്ടത്, പരിഭവം പറയുകയല്ല ചെയ്യേണ്ടത്. പിന്നെ എന്താണ് ചെയ്യേണ്ടത്?
വചനം പറയുകയാണ്. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 17-ാം തിരുവചനത്തിൽ പറയുകയാണ്, നിങ്ങൾ എല്ലാ കാര്യത്തിലും ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുവിൻ. ജീവിതത്തിലുണ്ടാകുന്ന വേദനകളെ നോക്കി, ദുഃഖങ്ങളെ നോക്കി, തകർച്ചകളെ നോക്കി, പരാജയങ്ങളെ നോക്കി നമ്മൾ ദൈവത്തിന് നന്ദിയും സ്തുതിയും ആരാധനയും സമർപ്പിക്കണം. അങ്ങനെ നന്ദിയും സ്തുതിയും ആരാധനയും സമർപ്പിക്കുമ്പോൾ ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 7-ഉം 8-ഉം തിരുവചനത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: നിങ്ങളൊന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട. അപേക്ഷകളിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളുടെയും നിങ്ങളുടെ യാചനകൾ ദൈവ തിരുസന്നിധിയിൽ സമർപ്പിക്കുവിൻ. അപ്പോൾ നിങ്ങളുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരും. നിങ്ങളൊന്നിനെക്കുറിച്ചും ആകുലപ്പെടുകയോ ഉത്കണ്ഠപ്പെടുകയോ വേണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ രോഗങ്ങളുണ്ടോ, വേദനകളുണ്ടോ, ദുഃഖങ്ങളുണ്ടോ, കടബാധ്യതയുണ്ടോ, കുടുംബത്തിൽ പ്രശ്നമാണോ, മക്കൾ ജീവിതത്തിൽ വഴിതെറ്റിപ്പോയോ, നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ആകുലപ്പെടേണ്ട. ആകുലപ്പെടേണ്ട കാര്യമില്ല, അസ്വസ്ഥപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട. അപേക്ഷകളുടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളുടെയും നിങ്ങളുടെ യാചനകൾ ദൈവ തിരുസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഓരോരുത്തരെയും ജീവിതത്തിലേക്ക്, നിങ്ങളുടെ ഓരോരുത്തരെയും കുടുംബത്തിലേക്ക് കടന്നു വരും. പ്രിയപ്പെട്ടവരെ, ഇത് പൗലോസ്ലീഹ പറഞ്ഞത് ചുമ്മാ പറഞ്ഞതല്ല. പൗലോസ്ലീഹായുടെ ജീവിതത്തിൽ നിന്നാണ്, അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പൗലോസ്ലീഹ ഇത് പറഞ്ഞത്. അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായത്തിൻ്റെ 25 മുതൽ തിരുവചനങ്ങൾ നാം വായിക്കുമ്പോൾ നാം കാണുന്ന ഒരു സംഭവമുണ്ട്. പൗലോസും സീലാസും കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. എന്തിനാണ് പൗലോസും സീലാസും കാരാഗ്രഹത്തിൽ കിടക്കുന്നത്? ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിച്ചു എന്ന കാരണത്താൽ. ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിച്ചു. അതിനുവേണ്ടി യഹൂദന്മാരവരെ പിടിച്ച് ആ ഒരു കാരണത്താൽ അവരെ കാരാഗ്രഹത്തിൽ അടച്ചിരിക്കുകയാണ്. അവരുടെ കൈകളിൽ ഇരുമ്പ് ചങ്ങലകളുണ്ട്, കാലുകളിൽ ഇരുമ്പ് ചങ്ങലകളുണ്ട്. വലിയ കവാടത്തിനുള്ളിൽ അവരെ അടച്ചിരിക്കുകയാണ്. ഒരു രീതിയിലും ഇവർ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി ആ കവാടത്തിന് പുറത്ത് കാവൽ പടയാളികളെ, കിങ്കരന്മാരെ കാവൽ നിർത്തിയിരിക്കുകയാണ്. നാളെ പൗലോസിനും സീലാസിനും അറിയാം, ഈ യഹൂദന്മാരുടെ സെൻഹെദ്രിൻ സംഘം ചേരുമെന്നും തങ്ങളെ മരണത്തിന് വിധിക്കുമെന്നുള്ള കാര്യം പൗലോസിനും സീലാസിനും 100% ഉറപ്പാണ്. ആ 100% ഉറപ്പുള്ള അവർ അതിലേക്ക് നോക്കി വിഷമിച്ചില്ല കേട്ടോ. അതിനെ തോർത്ത് ദൈവത്തെ ചോദ്യം ചെയ്തില്ല. ദൈവമേ, നിനക്ക് വേണ്ടി ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ഞങ്ങളെ സംരക്ഷിക്കേണ്ടത് നീ ആയിരുന്നല്ലോ എന്ന് പറഞ്ഞ് പൗലോസും സീലാസും ദൈവത്തെ ചോദ്യം ചെയ്തില്ല. പിന്നെ എന്താണ് ചെയ്തത്? വചനം പറയുകയാണ്. അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായത്തിൻ്റെ 25-ാം തിരുവചനം: അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിച്ചു. അവർ കീർത്തനം പാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? വചനം പറയുന്നു, അവരുടെ കൈകളിലും കാലുകളിലും ഉണ്ടായിരുന്ന ചങ്ങലകൾ അഴിഞ്ഞു താഴെ വീണു. അവരുടെ മുമ്പിൽ അടയ്ക്കപ്പെട്ട കവാടങ്ങൾ മലർക്കെ തുറക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവരുടെ മുമ്പിൽ അവരെ കൊല്ലുവാൻ വേണ്ടി കാവൽ നിന്നിരുന്ന പടയാളികൾ മാനസാന്തരപ്പെട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് പൗലോസിനും സീലാസിനും 100% ഉറപ്പുണ്ടായിരുന്നുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും അസ്വസ്ഥരാകണ്ട. നിങ്ങളുടെ മുമ്പിൽ മല പോലെ പ്രശ്നങ്ങൾ വന്നു നിന്നാലും, നിങ്ങളുടെ മുമ്പിൽ മല പോലെ പ്രശ്നങ്ങൾ ഉയർന്നു നിന്നാലും നിങ്ങൾ ആകുലപ്പെടേണ്ട, അസ്വസ്ഥപ്പെടേണ്ട. ഈ പ്രശ്നങ്ങളുടെ എല്ലാം മേൽ വിജയം വരിച്ച കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. അതുകൊണ്ട് നമ്മൾ കർത്താവിനെ സ്തുതിക്കുക, കർത്താവിനെ ആരാധിക്കുക. കർത്താവിനെ നീ സ്തുതിച്ചാൽ, കർത്താവിനെ നീ ആരാധിച്ചാൽ നിന്റെ കൈകളിൽ കെട്ടിയിരിക്കുന്ന വേദനയുടെ, ദുഃഖത്തിൻ്റെ, നിരാശയുടെ ചങ്ങലകൾ അഴിഞ്ഞു വീണും. നിന്റെ ആത്മാവിനെ ബന്ധിച്ചിട്ടിരിക്കുന്ന പാപത്തിന്റെ ചങ്ങലകൾ, നിന്റെ ശരീരത്തെ കാർന്നു നിന്ന രോഗത്തിന്റെ ചങ്ങലകൾ അഴിഞ്ഞു താഴെ വീഴും. ഒരുപക്ഷെ നിന്റെ മുമ്പിൽ വാതിലുകൾ അടഞ്ഞു എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇനി ആത്മഹത്യ മാത്രമാണ് നിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ എന്ന്
നിനക്ക് തോന്നുന്ന ഒരവസ്ഥയിലേക്ക് നിന്റെ ജീവിതം, നിന്റെ കുടുംബം എത്തിച്ചേർന്നുവെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ അതിനെക്കുറിച്ച് ആകുലപ്പെടാതെ, അസ്വസ്ഥപ്പെടാതെ ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ സ്തുതിക്കുക. വെളിപാടിന്റെ പുസ്തകം 3-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ ഇപ്രകാരം വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു: ഇതാ നിന്റെ മുമ്പിൽ ആർക്കും പൂട്ടാൻ പറ്റാത്തവണ്ണം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. നിന്റെ ജീവിതത്തിന് മുമ്പിൽ ആർക്കും പൂട്ടാൻ പറ്റാത്തവണ്ണം തുറന്നു കിടക്കുന്ന അനുഗ്രഹത്തിന്റെ, വിജയത്തിന്റെ, നന്മയുടെ, ഉയർച്ചയുടെ ഒരു വാതിൽ ദൈവം സ്ഥാപിച്ചിരിക്കുന്നു. ഈ വാതിൽ തുറന്നിട്ടിരിക്കുന്നത് ദൈവമാണ്. ഈ വാതിൽ ദൈവം തുറന്നിട്ടിരിക്കുന്നത് കൊണ്ട് നീ ആകുലപ്പെടേണ്ട കാര്യമില്ല, അസ്വസ്ഥപ്പെടേണ്ട കാര്യമില്ല, നിരാശപ്പെടേണ്ട കാര്യമില്ല. ദൈവമുണ്ട് നിന്നെ പരിപാലിക്കാൻ, ദൈവമുണ്ട് നിന്നെ സംരക്ഷിക്കാൻ, ദൈവമുണ്ട് നിന്നെ വഴി നടത്താൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായത്തിന്റെ 1 മുതൽ തുടങ്ങും തിരുവചനം വായിക്കുമ്പോൾ അവിടെ എന്താണ് കർത്താവ് നമ്മോട് പറയുന്നത്? ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ. അവിടെ പറയുകയാണ്: ഇസ്രായേലെ, നിന്നെ സൃഷ്ടിക്കുകയും യാക്കോബെ, നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേരിൽ വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. നിന്റെ ദൈവവും കർത്താവും രക്ഷകനും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ ഞാൻ നിന്നോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്: യാക്കോബെ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ പേരിൽ വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. നീ സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. എന്താണ് ഈ തിരുവചനത്തിന്റെ അർത്ഥം? പ്രിയപ്പെട്ടവരെ, വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്: നീ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ വേദനയാകുന്ന, രോഗമാകുന്ന, കഷ്ടപ്പാടാകുന്ന, ദുരിതമാകുന്ന അഗ്നിയിലൂടെ നീ നടക്കേണ്ടി വരും. അങ്ങനെ നീ നടക്കേണ്ടി വരുമ്പോൾ അത് നിന്നെ പൊള്ളലേൽപ്പിക്കുകയില്ല, അത് നിന്നെ തകർത്ത് കളയില്ല. കഷ്ടപ്പാടിന്റെയും ദുരിതത്തിന്റെയും നദിയിലൂടെ നീ കടന്നു പോകുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. എന്താ മുക്കിക്കളയാതിരിക്കാത്തതിന്റെ കാരണം? എന്താ നിന്നെ പൊള്ളലേൽപ്പിക്കാത്തതിന്റെ കാരണം? 1-ാം തിരുവചനത്തിൽ കർത്താവ് അരുളി ചെയ്തില്ലേ, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഓൾറെഡി ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നിന്റെ ജീവിതത്തെ തകർക്കുന്ന, നിന്റെ കുടുംബത്തെ തകർക്കുന്ന ഈ വേദനയിൽ നിന്ന്, ഈ രോഗത്തിൽ നിന്ന് ഇതിനെല്ലാം പരാജയപ്പെടുത്തി അതിൻ്റെ മേൽ വിജയം വരിച്ച് ഉയർത്തെഴുന്നേറ്റ സർവശക്തനായ ദൈവം ഞാൻ നിന്റെ കൂടെയുണ്ട്. പിന്നെ നീ എന്തിനാ ഭയപ്പെടുന്നത്? പിന്നെ നീ എന്തിനാ അസ്വസ്ഥനാകുന്നത്? പിന്നെ നീ എന്തിനാ ആകുലപ്പെടുന്നത്? അതുകൊണ്ട് ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുകയാണ്. നീ ഭയപ്പെടേണ്ട, ഞാനുണ്ട് നിന്നോട് കൂടെ. നിന്നെ സഹായിക്കാൻ, നിന്നെ ശക്തിപ്പെടുത്താൻ, നിന്നെ ബലപ്പെടുത്താൻ, നിന്നെ വഴി നടത്താൻ ഞാനുണ്ട് നിന്നോട് കൂടെ. നീ തകർന്നു പോകരുത്, നീ തളർന്നു പോകരുത്, നീ നിരാശപ്പെടരുത്. ദൈവമായ ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ തിരുവചനത്തിലൂടെ ഈശോ നമ്മോട് പറയുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം വേദനകൾ ഉണ്ടായാലും, ദുഃഖങ്ങളുണ്ടായാലും, നിരാശയുണ്ടായാലും നമ്മൾ സങ്കടപ്പെടരുത്. നമ്മൾ ദൈവത്തെ സ്തുതിക്കണം, നമ്മൾ ദൈവത്തെ ആരാധിക്കണം. നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക? നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് സംഭവിക്കുന്ന കാര്യം, നമ്മൾ ദൈവീക സാന്നിധ്യത്താൽ നിറയും എന്നുള്ളതാണ്. സങ്കീർത്തനം 22:3 നാം ഇപ്രകാരം വായിക്കുന്നു: ദൈവം സ്തുതികളുടെ സിംഹാസനത്തിൽ വസിക്കുന്നവനാണ്. ഒരു വ്യക്തി ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ ആ വ്യക്തി ദൈവിക സാന്നിധ്യം കൊണ്ട് നിറയുകയാണ്. ആ വ്യക്തിക്ക് ദൈവത്തിൻ്റെ സംരക്ഷണം ലഭിക്കുകയാണ് ചെയ്യുന്നത്. ജീവിതത്തിലെ വേദനകളെ ഓർത്ത്, ദുഃഖങ്ങളെ ഓർത്ത്, കഷ്ടപ്പാടിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ എനിക്ക് ദൈവത്തിൻ്റെ സംരക്ഷണം ലഭിക്കുകയാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം വായിക്കുമ്പോൾ
നെബൂഖദ്നേസർ രാജാവ് തൻ്റെ ഒരു വലിയ പ്രതിമയെ ഉണ്ടാക്കുകയാണ്. പ്രതിമയെ ഉണ്ടാക്കിയിട്ട് രാജാവ് ഒരു വിളംബരം ചെയ്തു. എല്ലാവരും ഈ പ്രതിമയെ കുമ്പിട്ട് ആരാധിക്കണം. കാഹളം മുഴങ്ങുമ്പോൾ എല്ലാവരും ഈ പ്രതിമയെ കുമ്പിട്ട് ആരാധിക്കണം. ആരെങ്കിലും കുമ്പിട്ട് ആരാധിക്കാതിരുന്നാൽ അവരെ എരിയുന്ന തീച്ചൂളയിലേക്ക് വലിച്ചെറിയും എന്ന് രാജാവ് കൽപ്പന പുറപ്പെടുവിക്കുക. അവിടെ ദൈവഭയമുള്ള 3 യുവാക്കൾ ഉണ്ടായിരുന്നു. ആ 3 യുവാക്കൾ രാജാവിനോട് പറഞ്ഞു, അല്ലയോ രാജാവേ, ഞങ്ങൾ ഒരിക്കലും അങ്ങുണ്ടാക്കിയ ഈ പ്രതിമയെ കുമ്പിട്ട് ആരാധിക്കുകയില്ല. ഞങ്ങൾ ഒരിക്കലും ഈ പ്രതിമയെ ആരാധിക്കുകയില്ല. ഞങ്ങൾ ആരാധിക്കുന്നത് ഏകസത്യ ദൈവമായ യഹോവയാണ്, ദൈവത്തെയാണ്. ദൈവത്തെ അല്ലാതെ മറ്റൊരാളെയും ഞങ്ങൾ ആരാധിക്കുകയില്ല, മറ്റൊരാളുടെ മുമ്പിലും ഞങ്ങൾ കുമ്പിടുകയില്ല എന്ന് ഈ 3 യുവാക്കൾ ഈ രാജാവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ രാജാവ് അവരോട് പറയുകയാണ്, നിങ്ങൾ ഈ പ്രതിമയെ ആരാധിച്ചില്ല എങ്കിൽ ഞാൻ നിങ്ങളെ എരിയുന്ന തീച്ചൂളയിലേക്ക് വലിച്ചെറിയുമെന്ന്. അപ്പോൾ ആ 3 യുവാക്കൾ തൻ്റെ അടുത്തോടെ വന്ന് പറയുകയാണ്, അല്ലയോ രാജാവേ, നീ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിലേക്ക് വലിച്ചെറിഞ്ഞാലും ശരി, നീ ഒരു സത്യം മനസ്സിലാക്കണം, ഞങ്ങൾ ഒരിക്കലും നിന്റെ പ്രതിമയെ ആരാധിക്കുന്ന പ്രശ്നമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രാജാവ് കാഹളം മുഴക്കിയപ്പോൾ ഈ 3 യുവാക്കൾ തലയുയർത്തി ശിരസ്സുയർത്തി നിന്നു. അവർ ആരാധിക്കാത്തത് കൊണ്ട് ഈ നെബൂഖദ്നേസർ രാജാവ് ഒരു വലിയ അഗ്നികുണ്ഡം പതിവിലും കൂടുതൽ ചൂടാക്കിയിട്ട് ഈ 3 യുവാക്കളെ ആ തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിയുകയാണ് ചെയ്തത്. ഈ തീക്കുണ്ടത്തിലേക്ക് യുവാക്കൾ വലിച്ചെറിയുമ്പോൾ എന്താ സംഭവിച്ചത്? അവർ കീർത്തനം പാടി ദൈവത്തെ സ്തുതിച്ചു. അവർ സങ്കീർത്തനം ആലപിച്ചു. അവർ ദൈവത്തെ സ്തുതിച്ചു. ദൈവത്തെ സ്തുതിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ദൈവമായ കർത്താവ് ആ അഗ്നികുണ്ഡത്തിലേക്ക് ഇറങ്ങി വന്നു. ആ അഗ്നികുണ്ഡത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് ആ അഗ്നികുണ്ഡത്തിന്റെ നടുവിൽ നിന്ന തീ കണങ്ങളെ മുഴുവൻ ആട്ടിമാറ്റി. എന്നിട്ട് അവിടെ ജലകണികകൾ കൊണ്ടുള്ള ഒരു സ്ഥലം ദൈവം അവിടെ ക്രമീകരിച്ചു അവർക്ക് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ സംരക്ഷണം നമുക്ക് ലഭിക്കുകയാണ്. ദൈവം നമ്മുടെ കൂടെ ഇറങ്ങി വരികയാണ്. ദൈവം നമ്മളെ പൊതിഞ്ഞു പിടിക്കും ജീവിതത്തിന്റെ തകർച്ചകളിൽ നിന്ന്. ഇത് ഞാൻ ചുമ്മാ പറഞ്ഞതല്ല കേട്ടോ. എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരനുഭവം ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ വീട് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഒരു 9 വർഷം മുമ്പാണ് എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഈ സംഭവം ഉണ്ടായത്. എനിക്ക് 3 പിള്ളേരാണുള്ളത്. അന്ന് എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിന് 3.5 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അവരെയും കൊണ്ട് ഞാൻ എറണാകുളത്തേക്ക് ഒരു യാത്ര പുറപ്പെട്ടു. അവധിക്കാലത്താണ്. എറണാകുളത്ത് എൻ്റെ ജീവിത പങ്കാളിയുടെ ആങ്ങള താമസിക്കുന്നുണ്ട്. അവിടേക്ക് വന്നതാണ്. ഒരു ഓശാന ഞായറാഴ്ച ദിവസമായിരുന്നു. ഓശാന ഞായറാഴ്ച ദിവസം രാവിലെ ഇടപ്പള്ളി പള്ളിയിലൊക്കെ പോയി വിശുദ്ധ കുർബാനയിലെല്ലാം പങ്കെടുത്ത ശേഷം അവരെ എറണാകുളത്ത് കൊണ്ടുപോയി ലുലു മാളെല്ലാം കാണിച്ച് വീണ്ടും എനിക്ക് ഉച്ചയായപ്പോൾ ഡിവൈൻ ധ്യാന മന്ദിരത്തിലേക്ക് ധ്യാനത്തിന് വരണമായിരുന്നു. അത് ഞാൻ അവരെ റൂമിൽ കൊണ്ടുപോയി ആക്കി. അവൻ എൻ്റെ ബ്രദറിൽ അവിടെ താമസിക്കുന്നത് ഒരു വീടിൻ്റെ അപ്സ്റ്റെയറിലാണ്. അവിടെ പുറകിലൂടെ ഒരു ഗോവണിയുണ്ട്. അതിലൂടെ കയറിയാൽ മാത്രമേ റൂമിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ കയറിയ സമയത്ത് ഈ വീടിൻ്റെ വാതില് അടയ്ക്കുവാനായിട്ട് ഞങ്ങൾ മറന്നുപോയി. ഈ സമയത്ത് 3.5 വയസ്സുള്ള എൻ്റെ രണ്ടാമത്തെ കുഞ്ഞ് പയ്യെ തുറന്നിട്ട ആ വാതിലിലൂടെ പുറത്തേക്ക് ഇറങ്ങി ആ ഗോവണിയുടെ കൈവരിയിൽ പിടിച്ച് അതിൻ്റെ മുകളിൽ കയറി. അതിൻ്റെ മുകളിൽ കയറിയിട്ട് അവിടെ നിന്ന് പിടിവിട്ടു താഴേക്ക് വീണു. കുഞ്ഞ് വീണത് ഒരു 10-15 അടി പൊക്കത്തു നിന്നാണ്. കുഞ്ഞിതിൻ്റെ മുകളിലേക്ക് കയറുന്നതും വീഴുന്നതും ഒരു മിന്നായം പോലെ അകത്തിരുന്ന് ഞങ്ങൾ കണ്ടു. ഓടിച്ചെന്ന് നോക്കുമ്പോൾ കുഞ്ഞ് സെപ്റ്റി ടാങ്കിന്റെ സ്ലാബിന്റെ മുകളിൽ തലയടിച്ച് കമന്ന് കിടക്കുകയാണ്. കുഞ്ഞിനെ വാരിയെടുത്തു. വാരിയെടുക്കുമ്പോൾ ഒരനക്കവുമില്ല. ഏതാണ്ട് എല്ലാം തീർന്നു പോയി, അവസാനിച്ചു എന്ന് തോന്നുന്ന ഒരവസ്ഥയിലായിരുന്നു. പ്രിയപ്പെട്ടവരെ, കുഞ്ഞിനെ ഞാൻ പെട്ടെന്ന് വാരിയങ്ങെടുത്ത്, എന്നിട്ട് എൻ്റെ ബ്രദറിൽ അവന് ഒരു ബുള്ളറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അവനത് സ്റ്റാർട്ടാക്കി ഞങ്ങൾ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുചെന്നു. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ പറ്റുകയില്ല, എത്രയും വേഗം മെഡിക്കൽ ട്രസ്റ്റിലേക്കോ ലിസിയിലേക്കോ ലേക്ക് ഷോറിലേക്കോ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അടുത്തുള്ള
മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് ഞാൻ ഈ കുഞ്ഞിനെ വിളിക്കുന്നുണ്ട്. കുഞ്ഞിനൊരനക്കവുമില്ല. കുഞ്ഞിനെ ഞാൻ മാറോട് ചേർത്ത് വെച്ച് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് ഒരു വലിയ ബ്ലോക്കിൽ ഞങ്ങൾ പെട്ടു. ആ പെട്ട സമയത്ത് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഈശോയെ, ഇന്ന് രാവിലെ ഞാൻ അങ്ങയെ അപ്പത്തിൻ്റെ രൂപത്തിൽ സ്വീകരിച്ചതാണ്. അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട്. അങ്ങയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. കുഞ്ഞിനെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് ഈശോയെ മനസ്സിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ആ ബ്ലോക്കിൽ ഞങ്ങൾ കിടന്ന സമയത്ത്, ഇങ്ങനെ പ്രാർത്ഥിച്ച് സ്തുതിച്ച സമയത്ത്, അതുവരെ ഒരനക്കവും ഇല്ലാതിരുന്ന കുഞ്ഞ് വലിയ വായിൽ കരയാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിന്നെ കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നേയില്ല. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ചെന്നു കാര്യം പറഞ്ഞു. അവർ പറഞ്ഞു, തലയടിച്ച് വീണിരിക്കുന്നതുകൊണ്ട് ബ്ലീഡിങ് ഉണ്ടോ ഇല്ലയോ എന്നറിയണമെങ്കിൽ സ്കാൻ ചെയ്ത് നോക്കണം. സ്കാൻ ചെയ്യാൻ കുഞ്ഞ് സമ്മതിക്കുന്നില്ല, കരച്ചിലോട് കരച്ചിൽ. അവിടെ ഒരു സഡേഷനൊക്കെ കൊടുത്ത് സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തൊരു ഡോക്ടർ പറഞ്ഞു, ഈ സ്കാനിങ് പൂർണ്ണമല്ല, കാരണം ഇത് സഡേഷൻ കൊടുത്തതാണ്. അതുകൊണ്ട് 6 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും ഒന്നും കൂടെ സ്കാൻ ചെയ്ത് നോക്കണം, എന്നാലേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. വീണ്ടും 6 മണിക്കൂർ കഴിഞ്ഞ് അവർ സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു, ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല, കുഞ്ഞിനൊരു കുഴപ്പവും ഇല്ല. പ്രിയപ്പെട്ടവരെ, അത്രയും പൊക്കത്തുനിന്ന് ഈ സിമെന്റ് സ്ലാബിന്റെ മുകളിലേക്ക് 15 അടി പൊക്കത്തുനിന്ന് ഈ 3.5 വയസ്സുള്ള കുഞ്ഞ് തലയടിച്ച് വീണിട്ട് കൊച്ചിൻ്റെ കൈയുടെ ഇവിടെ ഒരു ചെറിയ ക്രാക്ക് അല്ലാണ്ട് ഒന്നും പറ്റിയില്ല. പിറ്റേ ദിവസം ഞങ്ങളെ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് വിട്ടു. ഇന്നവൻ 7ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. യാതൊരു കുഴപ്പവുമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ വചനം പറയുകയാണ്, അവിടുന്ന് നമ്മൾക്ക് സംരക്ഷണം തരുമെന്ന്. അവിടുന്ന് നമ്മളെ പൊതിഞ്ഞു പിടിക്കും. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ദൈവം സ്തുതികളുടെ സിംഹാസനത്തിൽ വസിക്കുന്നവനാണ്. ദൈവം സ്തുതികളുടെ സിംഹാസനത്തിൽ വസിക്കുന്നവനാണ്. ഞാൻ ദൈവത്തെ സ്തുതിച്ചപ്പോൾ, ദൈവത്തെ ആരാധിച്ചപ്പോൾ ദൈവമായ കർത്താവ് ഇറങ്ങി വന്ന് കുഞ്ഞിനെ രക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വെളിപാട് 3:8 എന്താണ് കർത്താവ് പറഞ്ഞത്? ഇതാ നിന്റെ മുമ്പിൽ ആർക്കും അടയ്ക്കാൻ പറ്റാത്ത വണ്ണം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. ആർക്കും അടയ്ക്കാൻ പറ്റാത്ത വണ്ണം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ. പ്രിയപ്പെട്ടവരെ, എൻ്റെ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ജീവിതം അവസാനിച്ചു എന്ന് ഞങ്ങൾക്ക് തോന്നിയതാണ്. പക്ഷേ ദൈവത്തെ സ്തുതിച്ചപ്പോൾ, ആരാധിച്ചപ്പോൾ അടഞ്ഞു കിടന്ന വാതിലുകൾ മലർക്കെ തുറക്കപ്പെട്ടു. പൗലോസും സീലാസും കാരാഗ്രഹത്തിൽ കടന്ന് ദൈവത്തെ സ്തുതിച്ചപ്പോൾ ആ കാരാഗ്രഹത്തിന്റെ വാതിലുകൾ മലർക്കെ തുറന്നതുപോലെ, പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് വെച്ച് ദൈവത്തെ സ്തുതിച്ചപ്പോൾ, ആരാധിച്ചപ്പോൾ അടഞ്ഞു കിടന്ന വാതിൽ മലർക്കെ തുറക്കപ്പെടുകയാണ് ചെയ്തത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ വേദനകളുണ്ടാകും, ദുഃഖങ്ങളുണ്ടാകും, നിരാശകളുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും, പ്രതിസന്ധികളുണ്ടാകും. നമ്മൾ അതിലേക്ക് നോക്കി സങ്കടപ്പെടരുത് കേട്ടോ. നമ്മൾ അങ്ങനെ സങ്കടപ്പെട്ട് ജീവിക്കാനല്ല ഈശോ കാൽവരി കുരിശിൽ മരിച്ചത്. നമ്മൾ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയാ ഈശോ നമുക്ക് വേണ്ടി മരിച്ചത്. ഞാൻ ഇന്ന് ജീവിതത്തിലെ വേദനകളിലേക്കും ദുഃഖങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കും രോഗങ്ങളിലേക്കൊക്കെ നോക്കി പരാതി പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, പരിഭവം പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, എന്നെ തന്നെ കുറ്റപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, എനിക്ക് ഈശോയിൽ വിശ്വാസമില്ല എന്നുള്ള സത്യം നാം തിരിച്ചറിയണം. അതുകൊണ്ട് നമ്മൾ ഈശോയിൽ വിശ്വസിക്കുക. ഈശോയിൽ വിശ്വസിച്ചാൽ നമ്മളും നമ്മുടെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പസ്തോല പ്രവർത്തനം 16:31 കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, നിന്റെ കുടുംബത്തിൽ എന്തെല്ലാം പ്രശ്നമുണ്ടോ ആ പ്രശ്നങ്ങളെ മുഴുവൻ പരിഹരിക്കാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. ആ പ്രശ്നത്തിന്റെ മേൽ വിജയം വരിച്ചവനാണ് ദൈവം. ആ ദൈവം നിന്റെ കൂടെയുണ്ട്. യെശയ്യാ 41:10 പറയുന്നില്ലേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലതു കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ താങ്ങി നിർത്തുന്നു, നമ്മളെ വഴി നടത്തുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന വേദനകളെ പ്രതി, സങ്കടങ്ങളെ പ്രതി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ ആരാധിക്കാം.
ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, കരങ്ങൾ കൂപ്പി നമ്മുടെ ജീവിതത്തിലെ വേദനകളെ ഓർത്ത്, നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങളെ ഓർത്ത്, പ്രശ്നങ്ങളെ ഓർത്ത്, പ്രതിസന്ധികളെ ഓർത്ത് തകർന്നു പോകാതെ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഇരു കരങ്ങളും ഉയർത്തി ഒന്ന് ചേർന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും വേദനകളെയും ദുഃഖങ്ങളെയും നൊമ്പരങ്ങളെയും എല്ലാം ഓർത്ത് ഒന്ന് ചേർന്ന് നമുക്ക് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്.